നമുക്ക് അജയുടെയും ഭൂമിയുടെയും ഇനി വരാൻ പോകുന്ന ആഴ്ചകളിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി വരുന്ന ദിവസങ്ങളിലാണ് അങ്ങനെ നമ്മളെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഓരോ ദിവസവും ഇനി സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും നാളും അങ്ങനെ ഭൂമിക്ക് കുറച്ച് കഷ്ടകാലം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഭൂമിയുടെ കഷ്ടകാലങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറാൻ പോവാണ്. അതോടൊപ്പം തന്നെ ഭവാനിയുടെ അഹങ്കാരത്തിനും ക്രൂരതയ്ക്കും ചതിക്കുമെല്ലാം പണി കിട്ടി തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല കഥകളാണ് വരാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, ഒടുവിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി തൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഭവാനി ഉണ്ടാക്കിയായിരുന്നു. ഒടുവിൽ മുത്തശ്ശി വീട് വിട്ടിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അജയ്ക്ക് വീണ്ടും അഞ്ജനയുടെ കൈവിരലെ മോതിരം എണീക്കേണ്ട വന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. അജയ്ക്കറിയാം എന്തൊക്കെ വന്നാലും താൻ അവളുടെ കഴുത്തിൽ താലി ആർത്തുന്നില്ലെന്ന്. പിന്നീട് ഭൂമിയെ പോയി കണ്ട് ഭൂമിയോട് കാര്യങ്ങൾ പറയണം. ഭൂമി, അങ്ങനെ ഒരു അവസരത്തിൽ വീണ്ടും എനിക്ക് ആ മോതിരം അവളുടെ കയ്യിൽ അണിയേണ്ട വന്നു. പക്ഷേ എങ്കിൽ ഞാൻ അവളെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. എൻ്റെ മനസ്സ് നിറയും നയനയാണ്. എനിക്ക് അവള് മതി. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, വേണ്ട, ഈ നാടകത്തിന് ഞാനില്ല, ഈ കല്യാണ നാടകത്തിന് ഞാനില്ല എന്നൊക്കെ ഭൂമി പറഞ്ഞു. ഭൂമിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തിനാ ആ പാവം പിടിച്ച പെണ്ണിനെ, അവൾക്ക് ഇഷ്ടമല്ല അജയനെ. അപ്പൊ പിന്നെ വീണ്ടും അതിനെ പറ്റിക്കേണ്ട കാര്യമുണ്ടോ? അജയ് പറഞ്ഞു, അവൾക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല, ഇതെല്ലാം അവളുടെ ഒരു നാടകം മാത്രം. ഇല്ല, ഇനിയിപ്പം നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ആ സമയത്ത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. കാരണം മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവളുടെ കൈവിരലിൽ മോതിരം അണിയേണ്ടതായിട്ട് വന്നു വീണ്ടും. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഭൂമി സമ്മതിച്ചു. ശരി, പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ അജയ് കുറച്ച് തൻ്റെ പ്ലാനുകളും പദ്ധതികളൊക്കെ പറയണം. അപ്പം കല്യാണത്തിന് മുമ്പ് വിവാഹം കഴിക്കാനാണ് രണ്ടുപേരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അജയുടെ അതുപോലെ തന്നെ അഞ്ജനയും കൂടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന മറ്റന്നാളാണ്. അപ്പം അതിനു മുമ്പ് ഈ വിവാഹം നടക്കണം. അതൊരു കുറച്ച് മുമ്പ് നടന്നാലും മതി. അതിൻ്റെ പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു വേണ്ടി താലിയും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഒടുവിൽ ഭൂമിയോട് അവിടെ ജ്വല്ലറി ഷോപ്പിലേക്ക് വരാനായിട്ട് പറഞ്ഞു. ഈ സമയത്ത് അഞ്ജനയ്ക്കുള്ള ജ്വല്ലറിയൊക്കെ എടുക്കാനായിട്ട് അവരവിടെ ഒരു സ്വർണ്ണക്കടയിലേക്കായിരുന്നു പോയത്. അപ്പം അന്ന് അജയ് പോയിട്ടുണ്ടായിരുന്നില്ല. അഞ്ജന, അനുപമ, അതുപോലെ തന്നെ മുത്തശ്ശി മാത്രം പോയില്ല. സംഗീത, ഭവാനി എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടേക്ക് പോയത്. അവിടെ ചെന്ന് ജ്വല്ലറിക്ക് അവരെടുത്തു. ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ എടുത്തു. അവരിറങ്ങുന്ന സമയത്ത് അനുപമയും അഞ്ജനയും കൂടെ അവിടെ ഒരു മാല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ഭൂമി അവിടേക്ക് വരുന്നത്. അപ്പം ഭൂമിയുടെ ആ കടയിലേക്ക് വരാനെന്ന് പറഞ്ഞ് ഭൂമി അവിടേക്ക് വരുന്ന ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഞ്ജനയും കൂടെ വന്നു. നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നേ? അയ്യേ, നിന്റെ കയ്യിൽ അതിന് 10 രൂപ തികച്ചെടുക്കാനുണ്ടോ? എന്നിട്ട് നീ ഇവിടുന്ന് എന്തെടുക്കാനാ? ഇതേ സ്വർണത്തിനൊക്കെ വില കൂടുതല. ഏറ്റവും കുറഞ്ഞ 50,000 രൂപ. 50,000 രൂപ നീ ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭൂമിയെ കളിയാക്കുകയൊക്കെ ചെയ്യുവാണ്. അനുപമ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അഞ്ജന കേട്ടില്ല. ഭൂമി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഒടുവിൽ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേനാണ് ആൽഫ്രഡും അജയും കൂടെ വരുന്നേ. പെട്ടെന്ന് അജയ് ആൽഫ്രഡിനോട് പറഞ്ഞു, ദേ അവരിറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചങ്ങോട്ട് മാറ്റി. അങ്ങനെ അവരെ കണ്ടില്ല, അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അജയ് ആൽഫ്രഡും കൂടെ അകത്തേക്ക് കയറി വന്നു. ഭൂമിയുടെ അടുത്ത് വന്ന് ഭൂമിയോട് ചോദിച്ചു, സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ താലിയൊക്കെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഭൂമിക്ക് വേണ്ടിയിട്ട് കമ്മലൊക്കെ സെലക്ട് ചെയ്യണം. അതൊക്കെ അജയാണ് സെലക്ട് ചെയ്യുന്നത്. ഭൂമിയോട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഭൂമി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അജയ് തന്നെ ഒന്ന് സെലക്ട് ചെയ്തു. ഭൂമിക്ക് എന്താണേലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല, പക്ഷെ അജയാണ് പറയണേ. പിന്നീട് നല്ല നെക്ലേസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. അപ്പോഴേക്കും ആൽഫ്രഡ് പറഞ്ഞു, എടാ ഇതൊന്നും അല്ല പ്രധാനം, താലിയാണ്, താലി മേടിക്കേണ്ടതെന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ താലി സെലക്ട് ചെയ്യുവാണ്. താലിയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ മുഖമൊക്കെ വല്ലാതായിരുന്നു. ഭൂമി ഒന്നും ഒരു അഭിപ്രായം ഒന്നും പറയാൻ പോയില്ല. ഒടുവിൽ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും കാറിൽ കൊണ്ടുപോയി ഭൂമിയുടെ വീടിൻ്റെ അവിടെ വിടുമ്പോഴത്തേനും ലക്ഷ്മി അമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നു. ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, അജയ്, ഭൂമിക്ക് ഈ പ്രായത്തിൻ്റെ അത്ര കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ, അത്രയും വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതെന്നറിയാലോ. ഈ കല്യാണത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ ഒരു കാരണവശാലും അജയ് ചതിക്കരുത്. കാരണം ഭൂമി ഒരു പെൺകുട്ടിയാണ്. അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളെ ത്യാഗം ചെയ്യുന്നതെന്നൊക്കെ അറിയാലോ. അവൾക്കൊരു ആപത്തും ഉണ്ടാകാൻ പാടില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അവളെ സുരക്ഷിതയായിരിക്കും എന്ന് പറഞ്ഞു. ദേ അവളുടെ ജീവിതം കളഞ്ഞിട്ടാണ് അവൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കൊന്നും വേണ്ടെന്ന് അജയ് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി ഭൂമിയും കുട്ടി അകത്തേക്ക് കയറിപ്പോയി. ലക്ഷ്മിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഭൂമിക്ക് തൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കല്യാണ തലേന്നിൻ്റെ പിറ്റേ ദിവസം
കല്യാണ തലേന്നായി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ആഘോഷം കാര്യങ്ങളൊക്കെയാണ്. വീടൊക്കെ അലങ്കരിച്ചു, ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ആയി. ഭവാനിക്കും അതുപോലെ തന്നെ അഞ്ജനയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും നാളും കാത്തിരുന്ന് ഒടുവിൽ അത് നടക്കാനായിട്ട് പോവുമല്ലേ. അപ്പോൾ പാട്ടും മേളം കുത്തുമൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ അജയുടെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ദിവസം ഒന്ന് കഴിഞ്ഞു പോയാൽ മതിയെന്നുള്ളൂ. നാളെ താൻ അവളുടെ കഴുത്തിൽ താലിയാർത്തും, അതോടുകൂടി പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാവും എന്നൊരു ചിന്ത. തലേ ദിവസം ഭൂമിയുടെ അടുത്തിരുന്ന് ലക്ഷ്മിയമ്മ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. മോളെ, ഇനി നിനക്ക് സമയമുണ്ട്. നിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ട് ത്യാഗം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരുപക്ഷെ അമ്പയെ ചേച്ചി അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അമ്പയെ ചേച്ചി സഹിക്കില്ല. അമ്മയോട് ഇപ്പം എന്തായാലും ഞാൻ പറയണില്ല. കാരണം അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം. എനിക്കിനി എൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് വേറെ ആരാ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭൂമി കരയുമ്പോഴത്തേനും ലക്ഷ്മി ചേർത്ത് പിടിച്ചു. വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ അന്നാണ്. എല്ലാവരും റെഡിയാവാനായിട്ടൊക്കെ പോയി. അജയൻ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. അജയ് റെഡിയായിട്ട് സംഗീതം എടുത്തു എന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു. അല്ല എങ്ങോട്ടാ? അത്യാവശ്യമായിട്ട് പോകാനുള്ളതാ, മുഹൂർത്ത സമയമാകുമ്പോഴത്തേനും ഞാൻ ഇങ്ങോട്ട് എത്തിക്കോളാമെന്ന് പറഞ്ഞു. അത്യാവശ്യ കാര്യമായതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് അജയ് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും സംഗീതയുടെ കാലിലേക്ക് തൊടുവാണ്. എടാ നീ എന്താണ് ഇപ്പോഴെൻ്റെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കണേ? ഇല്ല അമ്മ, വെറുതെ ഒരു അനുഗ്രഹം മേടിച്ചെന്നുള്ളെന്ന് പറഞ്ഞു. ഇവൻ്റെ ഒരു കാര്യം, എടാ അത് കല്യാണത്തിന് മുമ്പല്ലേന്ന് ചോദിച്ചു. അത് സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അജയ് ഇറങ്ങുമ്പോഴത്തേനും സത്യദാസും കൂടെ അങ്ങോട്ട് വന്നു. സത്യദാസ് വന്നിട്ട് ചോദിച്ചു, എടാ നീ ഇത് എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. എനിക്കറിയാം നിന്റെ മനസ്സ്. ഇന്ന് അവളുടെ കഴുത്തിൽ നീ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന്. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ നീ ചെയ്തു, ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യുക എന്ന് പറഞ്ഞു. അജയ് എങ്ങനെ തൻ്റെ ഇളയച്ചനെ ചേർത്ത് പിടിച്ചു. പിന്നീട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ഭൂമിയെ ഒരുക്കിയതൊക്കെ ലക്ഷ്മിയായിരുന്നു. ഭൂമി ഇങ്ങനെ ഇരുന്ന് കൊടുത്തു മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ മനസ്സിൽ പല പല ചിന്തകളാണ്. കല്യാണത്തെക്കുറിച്ചൊന്നും ആയിരുന്നില്ല. തൻ്റെ അമ്മയുടെ രൂപമായിരുന്നു. തൻ്റെ അമ്മയെ രക്ഷിക്കണം, അച്ഛൻ്റെ കൊലയാളിയെ കണ്ടെത്തണം എന്നൊരു ചിന്ത. അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയെന്ന് ഭൂമി പ്രാർത്ഥിക്കുകയാണ്. അച്ഛാ എനിക്ക് വേറെ നിവൃത്തിയില്ല, അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അച്ഛനും അമ്മയും നിങ്ങൾ തന്നെയാണ്. ആ സ്ഥാനത്ത് വേറൊരാളും വരാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ബോർഡെ തൊട്ടിങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് ഭൂമി ഇറങ്ങുന്നത്. ഭൂമിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അജയുടെ കോള് വന്നു. ഭൂമി ഞാൻ എവിടേക്കാണ് വരണ്ടേന്ന് ചോദിച്ചു. വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അജയ് വന്ന് രണ്ടുപേരും കൂടെ പിക്ക് ചെയ്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് താലി കെട്ടാൻ വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി വെച്ചിരിക്കുന്നത്. ആൽഫ്രഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആൽഫ്രഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ അഞ്ജനയുടെ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ജനയുടെ അടുത്തേക്ക് എന്നിട്ട് ഭവാനി പറഞ്ഞു, കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട് എൻ്റെ മോളെ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അല്ല അജയ് എന്തേ ഇതുവരെയായിട്ട് അജയെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. സംഗീത വന്നിട്ട് പറഞ്ഞു, അവൻ ഇപ്പം തന്നെ വരും, അവൻ അത്യാവശ്യമായിട്ട് പുറത്തേരണ്ട് പോയേക്കുക, ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. ആ സമയം മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഐശ്വര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവിടേക്ക്. അതിഗംഭീരമായിട്ട് തന്നെയാണ് ചടങ്ങുകൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് അഞ്ജന ഓരോരുത്തരുടെ അനുഗ്രഹം കാലത്തൊട്ട് മേടിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭവാനി പറഞ്ഞു, അതെ നീ ഒരാളുടെയും കൂടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. ആരുടെ? സുമിത്ര ചേച്ചിയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. ഒരു നിമിഷം സത്യദാസ് പോലും ഞെട്ടിപ്പോയി. കാരണം സുമിത്ര മരിച്ചോ ജീവിച്ചിരിക്കണമെന്നും അറിയത്തില്ല. സുമിത്രയുടെ ഒരു ഫോട്ടോ എവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു, ആ സുമിത്രയുടെ ഫോട്ടോയുടെ അരിയിലേക്ക് അഞ്ജന ചെല്ലുവാണ്. അഞ്ജന ചെന്ന് അത്തേ തൊട്ടിങ്ങനെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, ആ ഫോട്ടോ താഴേക്ക് വീഴുവാണ്. അത് പൊട്ടിച്ചെതറിപ്പോയി. ഒരു നിമിഷം ഞെട്ടിപ്പോയി അഞ്ജന. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ആ സമയം ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് ചെന്നു. ഭൂമി അജയൊക്കെ അവിടെ ചെന്നേ കഴിഞ്ഞപ്പോഴത്തേനും അജയ് ഭൂമിയോട് ചോദിച്ചു, താലി എടുത്തിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഭൂമിയുടെ കയ്യിലായിരുന്നു സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത്. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി അതെടുത്ത് നോക്കിക്കഴിയുമ്പോൾ കയ്യിലുണ്ട്. അത് കാണിക്കുവാണ് അജയന്. എനിക്ക് ശരി, ഞാൻ ആൽഫ്രഡിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അജയ് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഭൂമിയും ലക്ഷ്മിയും കൂടെ നടന്ന് ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഭൂമിയുടെ കാല് തട്ടി ഭൂമി ഒന്ന് വീഴാൻ തുടങ്ങുവാണ്. വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിലിരുന്ന ആ താലി അങ്ങോട്ട് തെറിച്ചു പോവുക.
കൃത്യ സമയത്ത് തന്നെ അത് താഴെ വീഴാതെ ഒരു കൈ അങ്ങോട്ട് പിടിച്ചു ആ താലി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പാതി മുഖം മറിച്ചൊരു സ്ത്രീയെ, ഒരു പ്രായമുള്ള അമ്മ. അമ്പയുടെ പ്രായമൊക്കെ കാണുമായിരിക്കും. മുഖം പകുതി മറിച്ചിരിക്കുന്നുണ്ട്, വ്യക്തമല്ല താനും. പെട്ടെന്ന് ഭൂമി ഇങ്ങനെ അന്താളിപ്പാടെ നോക്കി. ഭൂമി താങ്ക്സ് പറഞ്ഞു. കാരണം താലി താഴെ വീഴുന്ന പറഞ്ഞ് ദുശകനം ആയിരുന്നല്ലോ. അപ്പോഴേക്കും ഭൂമി അത് മനസ്സിലാക്കി. കാരണം ക്ഷേത്രമാണ്, ക്ഷേത്രത്തിൽ അവിടെ ഇങ്ങനെ ഭിക്ഷയാചിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാന്ന് മനസ്സിലായി. അത് അവരാരാണെങ്കിലും ശരി, താലി താഴെ വീഴാതെ കാത്തല്ലേ. ഭൂമി പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ താലി വാങ്ങിയിട്ട് ആ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. അത് വേറെ ആരുമല്ല, ഭൂമിയുടെ സ്വന്തം അമ്മ സുമിത്രയായിരുന്നു. പക്ഷെ ഭൂമിക്ക് അറിയില്ല, പകുതി മുഖം പറിച്ചിരിക്കുമല്ലേ. അവര് ഭിക്ഷ യാചിച്ച് അവിടെ ഇരിക്കുകയാണ്, ആർക്കും അറിയത്തില്ലാത്ത രീതിയിൽ. അപ്പം വർഷങ്ങളായിട്ട് അവരവിടെ തന്നെ ഉണ്ട്. ഇതുവരെയായിട്ട് അവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പിന്നിലൊക്കെ എന്തോ കഥകളുണ്ട്. എല്ലാത്തിനും കാരണം ഭവാനിയാണ്. അങ്ങനെ ഭൂമി കാലിലേക്ക് വീണപ്പോഴത്തേനും ആ അമ്മ ഭൂമിക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഭൂമി അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേനും ഭൂമി വീണ്ടും തിരിഞ്ഞു നോക്കി. ഭൂമിക്ക് എന്തോ അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ, അമ്മ അനുഗ്രഹം തന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു തോന്നി. തൻ്റെ ആരൊക്കെയാണെന്നോ മനസ്സിൽ എന്തോ ഒരു ഇത് തോന്നി. കൃത്യസമയത്ത് തന്നെ തൻ്റെ സ്വന്തം പെറ്റമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഭൂമിക്ക് കഴിഞ്ഞു. അങ്ങനെ ഭൂമി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഫോട്ടോ താഴെ വീണ് ദുശകനമാണല്ലോ. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. സൗഭാഗ്യപ്രത്തിനി എന്ത് ചെയ്യും? അപ്പോഴേക്ക് സത്യാസ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിലൊന്ന് പോയി പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് തിരുമേനോട് കാര്യങ്ങൾ പറയാം. ഇതിനിപ്പോൾ വല്ല ദുശകനമാണോന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് അവരങ്ങോട്ട് പോവുകയാണ്. അവിടെ ആ ക്ഷേത്രത്തിൽ തന്നെയാണ് അജയുടെയും ഭൂമിയുടെയും കല്യാണം നടക്കുന്നത്. അപ്പോൾ ആൽഫ്രഡ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അവർ മണ്ഡപത്തിൻ്റെ അവിടെ വന്നു. രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ പൂജാരി വന്നിട്ട് താലിയെല്ലാം പൂജിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് കൊടുക്കുകയാണ്. ആ സമയത്താണ് ക്ഷേത്രത്തിലേക്ക് മറ്റൊരു വരുന്നത്. അവർ വന്നിട്ട് എന്ത് ചെയ്തു? അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ്. തിരുമേനിയെ പോയി കണ്ട് പിന്നീട് തിരുമേനിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു അതിനുള്ള പരിഹാരം നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇവിടെ കല്യാണം നടക്കുന്ന കാര്യം അവരിട്ട് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു. ക്ഷേത്രത്തിൽ ഇത് പിന്നെ പ്രതിവിധികളൊക്കെ ചെയ്തിട്ട് അവർ പോകാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ആൽഫ്രഡ് അങ്ങോട്ട് ചെന്നു. ആൽഫ്രഡിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പുച്ഛഭാവമൊക്കെ ആയിരുന്നു അഞ്ജനയ്ക്ക്. എന്തൊക്കെയായിട്ട് അഞ്ജന കല്യാണമാണല്ലോ അല്ലേന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നുള്ള മട്ടിൽ അങ്ങോട്ട് പോയി. ആൽഫ്രഡിന് പറയണമെന്നുണ്ടായിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞത്. പക്ഷെ ആൽഫ്രഡ് പറയാനായിട്ട് പോയില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്ന് മുഹൂർത്തമൊക്കെ ആവാറായി. അത് ആ സമയമായിട്ട് അജയ് വന്നിട്ടില്ല. അപ്പോഴേക്കും അജയനെ സംഗീത വിളിച്ചു. പക്ഷെ കിട്ടുന്നില്ല, ഫോൺ ഓഫ് എന്നാ പറയണേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷന്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാർ അങ്ങോട്ട് വന്നിരുന്നു. കാറിനകത്തുനിന്ന് അജയും ഭൂമിയും കൂടെ കല്യാണ വേഷത്തിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ കാഴ്ച ആദ്യം കാണുന്നത് അഞ്ജനയാണ്. അഞ്ജന ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. എന്താണെങ്കിലും അഞ്ജനയ്ക്കിടെ നല്ല ഇടിവെട്ട് പണിയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച ആയിരിക്കും കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അഞ്ജനയ്ക്കും ഭവാനിക്കിട്ടും പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.